ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 2 ശമൂവേൽ 24, 1 ദിനവൃത്താന്തം 21, 22, സങ്കീർത്തനം 30 ഈ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെയും രാജത്വത്തിൻ്റെയും അവസാന ഘട്ടത്തിലേക്കാണ് നാം എത്തുന്നത്. പരാജയം, മാനസാന്തരം, ന്യായവിധി, കരുണ, ആരാധന, ഭാവിക്കായുള്ള ഒരുക്കം എന്നിവയെല്ലാം ഈ അധ്യായങ്ങൾ ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം നാം കാണുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ 2 വശങ്ങളാണ്. ഗുരുതരമായ ഒരു തെറ്റ് ചെയ്യുന്ന രാജാവായ ദാവീദിനെയും അതേസമയം ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്ന മനുഷ്യനായ ദാവീദിനെയും നാം കാണുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചെങ്കിലും അവൻ്റെ പുനഃസ്ഥാപനം അനുഭവിച്ച ഒരാളുടെ സാക്ഷ്യമാണ് സങ്കീർത്തനം 30. ഇവ തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധവുമുണ്ട്. 2 ശമൂവേൽ 24-ലും 1 ദിനവൃത്താന്തം 21-ലും ഒരേ പ്രധാന സംഭവമാണ് വിവരിക്കുന്നത്. എന്നാൽ 1 ദിനവൃത്താന്തം 22-ൽ ആ പരാജയത്തിന് ശേഷം ദാവീദ് എന്ത് ചെയ്തു എന്നതാണ് നാം കാണുന്നത്. സങ്കീർത്തനം 30 ദൈവത്തിൻ്റെ കരുണയെയും പുനഃസ്ഥാപനത്തെയും ആഘോഷിക്കുന്നു. 2 ശമൂവേൽ 24-ൽ ദാവീദ് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. ജനസംഖ്യ എണ്ണുന്നത് സ്വതവേ തെറ്റായിരുന്നില്ല. തിരുവെഴുത്തിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം തന്നെയാണ് ജനസംഖ്യ എണ്ണുവാൻ കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ പ്രശ്നം ദാവീദിൻ്റെ ഉദ്ദേശത്തിലും അതിന് പിന്നിലെ മനോഭാവത്തിലുമായിരുന്നു. രാജ്യത്തിൻ്റെ ശക്തി, പ്രത്യേകിച്ച് യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം അറിയുവാൻ ദാവീദ് ആഗ്രഹിച്ചു. യോവാബ് പോലും ഈ കൽപ്പനയെ ചോദ്യം ചെയ്തു. എന്നാൽ ദാവീദ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ജനസംഖ്യ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ഹൃദയം അവനെ കുറ്റപ്പെടുത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, താൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ദാവീദിന് തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നത്. അവൻ ഫലത്തിൽ ഇങ്ങനെ സമ്മതിക്കുന്നു: ഞാൻ ചെയ്തതിൽ മഹാപാപം ചെയ്തിരിക്കുന്നു. തുടർന്ന് ദൈവം ദാവീദിൻ്റെ മുമ്പിൽ 3 ശിക്ഷകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാൻ അവസരം നൽകുന്നു. മനുഷ്യൻ്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് ദാവീദ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ കരുണ വലിയതാണെന്ന് അവൻ അറിയുന്നു. ദേശത്ത് മഹാമാരി പടരുന്നു. അപ്പോൾ അത്യന്തം ശ്രദ്ധേയമായ ഒരു സംഭവം നടക്കുന്നു. ദൂതൻ യെരുശലേമിൻ്റെ നേരെ കൈ നീട്ടിയപ്പോൾ ആ അനർത്ഥത്തെക്കുറിച്ച് യഹോവയ്ക്ക് മനസ്സിലുണ്ടാകുന്നു. ദാവീദ് ദൂതനെ കാണുകയും ഇങ്ങനെ നിലവിളിക്കുകയും ചെയ്തു: ഞാനല്ലയോ പാപം ചെയ്തത്? ഞാനല്ലോ കുറ്റം ചെയ്തത്? ഈ ആടുകൾ എന്ത് ചെയ്തു? ദാവീദ് തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. തുടർന്ന് ദാവീദിനോട് അരവനയുടെ കളത്തിൽ ഒരു യാഗപീഠം പണിയുവാൻ ദൈവം കൽപ്പിക്കുന്നു. അരവന ദാവീദിന് ഈ സ്ഥലവും യാഗത്തിനാവശ്യമായതെല്ലാം സൗജന്യമായി നൽകുവാൻ തയ്യാറാകുന്നു. എന്നാൽ ദാവീദ് അത് സ്വീകരിക്കുന്നില്ല. അവൻ പറയുന്നു: എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല. ആ വാക്കുകൾ ആരാധനയെക്കുറിച്ചുള്ള വലിയൊരു തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദാവീദ് ആ സ്ഥലം വില കൊടുത്ത് വാങ്ങി അവിടെ യഹോവയ്ക്ക് യാഗങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ മഹാമാരി നിൽക്കുന്നു. 1 ദിനവൃത്താന്തം 21 ഇതേ സംഭവത്തെ വിവരിക്കുമ്പോൾ മറ്റൊരു പ്രധാന വശം കൂടി വ്യക്തമാക്കുന്നു. സാത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു, ഇസ്രായേലിനെ എണ്ണിപ്പിച്ചു. ദാവീദിൻ്റെ പ്രശ്നം വെറും ജനങ്ങളെ എണ്ണിയതല്ല, അവൻ്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മനുഷ്യശക്തിയിലേക്ക് മാറുകയായിരുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ച മനുഷ്യനായിരുന്നു. ചെറുപ്പത്തിൽ ഒരു ഇടയനായിരുന്നപ്പോൾ ദൈവം അവനെ സംരക്ഷിച്ചു. ഗോലിയാദിന് മുമ്പിൽ നിന്നപ്പോൾ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ശൗൽ അവനെ പിന്തുടർന്നപ്പോൾ ദൈവം അവനെ നിലനിർത്തി. യുദ്ധങ്ങളിൽ ദൈവം അവന് വിജയം നൽകി. എന്നാൽ ഇപ്പോൾ ശക്തനായ രാജാവായി സമ്പന്നവും വിജയകരവുമായ ഒരു രാജ്യത്തിൻ്റെ തലവനായപ്പോൾ ദാവീദിൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു: നമ്മുടെ ശക്തി എത്രയാണ്? അവൻ ചോദിക്കേണ്ടിയിരുന്നത് എൻ്റെ ദൈവം എത്ര ശക്തനാണ് എന്നായിരുന്നു. വിജയത്തിൻ്റെ അപകടം ഇതാണ്: ഒന്നുമില്ലാത്ത സമയത്ത് നാം ദൈവത്തിൽ ആശ്രയിച്ചേക്കാം. എന്നാൽ ദൈവം സമ്പത്തും സ്ഥാനവും ആളുകളും പണവും സ്വാധീനങ്ങളും കഴിവുകളും നൽകി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ആ അനുഗ്രഹങ്ങൾ തന്നെയാണ് അവ നൽകിയ ദൈവത്തെക്കാൾ നമ്മുടെ ആശ്രയമായി മാറുന്നത്. ദാവീദിൻ്റെ പാപം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: വിശ്വാസത്തിൽ പക്വത നേടിയ ഒരാൾക്കും ആത്മീയമായി അശ്രദ്ധനാകാം, പ്രത്യേകിച്ച് വിജയവും അനുഗ്രഹവും ദൈവാശ്രയത്തിന് പകരം വയ്ക്കുമ്പോൾ. 1 ദിനവൃത്താന്തം 22-ലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെയാണ് ഈ കഥ കൂടുതൽ പ്രോത്സാഹനകരമാകുന്നത്. ദൈവം കരുണ കാണിച്ച അരവനയുടെ കളം ദാവീദ് തിരിച്ചറിയുന്നു. അവൻ പറയുന്നു: ഇതാകുന്നു യഹോവയായ ദൈവത്തിൻ്റെ ആലയം. തുടർന്ന് ദാവീദ് ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിനായി ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ദാവീദ് തന്നെയാണ് ദൈവാലയം പണിയേണ്ടത് എന്ന് ദൈവം അനുവദിച്ചില്ല. കാരണം അവനൊരു യോദ്ധാവായിരുന്നു. വളരെ രക്തം ചൊരിഞ്ഞിരുന്നു.
അവൻ്റെ മകനായ ശലോമോനായിരിക്കും ആലയം പണിയുക. എന്നാൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞില്ല, എനിക്കത് പണിയാൻ കഴിയില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യുകയില്ല. പകരം തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവൻ ചെയ്തു. അവൻ നിർമ്മാണ സാമഗ്രികൾ ശേഖരിച്ചു. കല്ല്, മരം, പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ഒരുക്കി. അവൻ ജോലികൾ ക്രമപ്പെടുത്തി. ശലോമോന് നിർദ്ദേശങ്ങൾ നൽകി. ദാവീദിൻ്റെ ജീവിതം അവസാനത്തിലേക്ക് അടുക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായുള്ള അവൻ്റെ ദർശനം അടുത്ത തലമുറയിലേക്ക് തുടരുകയായിരുന്നു. ഇവിടെ വളരെ മനോഹരമായ ഒരു ആത്മീയ പാഠമുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് അത് പൂർത്തിയാക്കുവാനുള്ള വഴി നമുക്ക് ഒരുക്കാൻ കഴിയും. ദാവീദിന് ദൈവാലയം പണിയാൻ കഴിഞ്ഞില്ല, പക്ഷേ അതിനായി ഒരുക്കം ചെയ്യാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ആത്മീയ പക്വത. സങ്കീർത്തനം 30 ദാവീദിൻ്റെ ഈ ജീവിത കാലഘട്ടത്തോട് വളരെ മനോഹരമായി ചേരുന്നു. ദൈവം തന്നെ ഉയർത്തിയതിനും ശത്രുക്കൾക്ക് തൻ്റെ മേൽ ജയം ലഭിക്കാതിരുന്നതിനും ദാവീദ് ആദ്യം ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്ക് മാത്രം, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. തുടർന്ന് വളരെ പരിചിതമായ ഒരു വാക്ക്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും മൂഷസിലോ ആനന്ദഘോഷം ഉണ്ടാകും. ദൈവത്തിൻ്റെ ശിക്ഷയും ദുഃഖവും പുനഃസ്ഥാപനവും അനുഭവിച്ച ഒരാളുടെ ഹൃദയമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഒരു സമയത്ത് ദാവീദ് തനിക്കെല്ലാം സുരക്ഷിതമാണെന്ന് കരുതി പറഞ്ഞു, ഞാൻ ഒരു നാളും കുലുങ്ങുകയില്ല. എന്നാൽ ദൈവം അവനെ പ്രയാസത്തിലൂടെ കടത്തിവിട്ടു. അപ്പോൾ ദാവീദ് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം മനസ്സിലാക്കി. നമ്മുടെ സുരക്ഷിതത്വം സാഹചര്യങ്ങളിലായിരിക്കരുത്, നമ്മുടെ സുരക്ഷിതത്വം ദൈവത്തിലായിരിക്കണം. ദാവീദ് യഹോവയോട് നിലവിളിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ വിലാപം നൃത്തമായി മാറി, അവൻ്റെ ദുഃഖം സന്തോഷമായി മാറി. അവൻ്റെ രട്ടുടുപ്പ് മാറ്റി അവനെ ആനന്ദമണിയിച്ചു. അവസാനം ദാവീദ് പ്രഖ്യാപിക്കുന്നു, യഹോവേ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ എന്നേക്കും സ്തുതിക്കും. അങ്ങനെ സങ്കീർത്തനം 30 ഈ മുഴുവൻ അനുഭവത്തിൻ്റെ ആത്മീയ സമാപനം നമുക്ക് നൽകുന്നു. ദൈവം നമ്മെ ശിക്ഷിച്ചേക്കാം, എന്നാൽ നമ്മെ നശിപ്പിക്കുകയല്ല അവൻ്റെ ഉദ്ദേശം. അവൻ്റെ കരുണ നമ്മെ തിരികെ കൊണ്ടുവരുന്നു, നമ്മെ പുനഃസ്ഥാപിക്കുന്നു, കൂടുതൽ ആഴത്തിൽ അവനെ ആരാധിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന് ഈ അധ്യായങ്ങൾ നൽകുന്ന ആത്മീയ പാഠങ്ങൾ എന്താണ്? ഒന്നാമതായി, വിജയം ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കാതിരിക്കാൻ ജാഗ്രത വേണം. ദാവീദിൻ്റെ ഏറ്റവും വലിയ അപകടം അവൻ ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോഴല്ല, അവൻ രാജാവായി സുരക്ഷിതനായിരുന്നപ്പോഴായിരുന്നു. ചിലപ്പോൾ പരാജയത്തെക്കാൾ വലിയ ആത്മീയ അപകടം വിജയത്തിന് ശേഷമാണ് വരുന്നത്. കാര്യങ്ങൾ നന്നായി പോകുമ്പോൾ നാം പതുക്കെ ആശ്രയിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ സ്ഥാനത്തിൽ, പണത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ബന്ധങ്ങളിൽ, ശുശ്രൂഷയിൽ, കഴിവുകളിൽ, നേട്ടങ്ങളിൽ ആയിത്തീരാം. എന്നാൽ ചോദ്യം ഇതാണ്, നമ്മുടെ ആത്മവിശ്വാസം എവിടെയാണ്? ദാവീദ് തൻ്റെ സൈന്യത്തെ എണ്ണി. നാം നമ്മുടെ ബാങ്ക് ബാലൻസ് എണ്ണിയേക്കാം, നമ്മുടെ നേട്ടങ്ങൾ എണ്ണിയേക്കാം, നമ്മുടെ സഭയിലെ അംഗസംഖ്യ എണ്ണിയേക്കാം, നമ്മുടെ സ്വാധീനം എത്രയെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മുടെ വിഭവങ്ങൾ എണ്ണിയേക്കാം. ഉത്തരവാദിത്വത്തോടെ വിലയിരുത്തുന്നതിലും ആസൂത്രണം ചെയ്യുന്നതിലും തെറ്റില്ല. എന്നാൽ നമ്മുടെ എണ്ണങ്ങളും കണക്കുകളും തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടമാകുമ്പോൾ അതിൽ അപകടമുണ്ട്. ഒരു ക്രിസ്ത്യാനി എപ്പോഴും പറയേണ്ടത്, എനിക്കുള്ളതിലല്ല എൻ്റെ ആത്മവിശ്വാസം, എനിക്കുള്ളതെല്ലാം തന്ന ദൈവത്തിലാണ് എൻ്റെ ആത്മവിശ്വാസം. രണ്ടാമതായി, സംവേദനശേഷിയുള്ള ഹൃദയം പാപം വേഗത്തിൽ തിരിച്ചറിയുന്നു. ജനസംഖ്യ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ഹൃദയം അവനെ കുറ്റപ്പെടുത്തി. അത് അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആത്മീയ ജീവൻ ഉണ്ടെന്നതിൻ്റെ അടയാളമായിരുന്നു. പക്വതയുള്ളൊരു ക്രിസ്ത്യാനി ഒരിക്കലും തെറ്റ് ചെയ്യാത്തവനല്ല. ദൈവം തൻ്റെ തെറ്റ് കാണിച്ചു തരുമ്പോൾ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നവനാണ് ആത്മീയമായി പക്വതയുള്ളവൻ. ദാവീദ് യോവാബിനെ കുറ്റപ്പെടുത്തിയില്ല, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയില്ല, എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുമില്ല. അവൻ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. അതാണ് മാനസാന്തരം. ഇന്ന് നമുക്ക് വളരെ ആവശ്യമായ ആത്മീയ സത്യസന്ധതയാണിത്. അവനാണ് കാരണം, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന്. മൂന്നാമതായി, ദൈവത്തിൻ്റെ ശിക്ഷ അവൻ്റെ സ്നേഹത്തിൻ്റെ വിപരീതമല്ല. പ്രയാസങ്ങൾ വരുമ്പോൾ നാം ഉടൻ ചിന്തിച്ചേക്കാം, ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തിരുത്തൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സ്നേഹപൂർവമായ ഇടപെടലിൻ്റെ തെളിവായിരിക്കാം എന്നതാണ്. ദാവീദ് ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു, എന്നാൽ അതോടൊപ്പം ദൈവത്തിൻ്റെ കരുണയും അനുഭവിച്ചു. സങ്കീർത്തനം 30 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്നും അവൻ്റെ പ്രസാദം ജീവപര്യന്തം ആണ് എന്നുമാണ്. ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഉദ്ദേശം നമ്മെ തള്ളിക്കളയുക എന്നതല്ല, നമ്മെ തിരികെ കൊണ്ടുവരിക എന്നതാണ്. നാലാമതായി, യഥാർത്ഥ ആരാധനയ്ക്കൊരു വിലയുണ്ട്. അരവണ സൗജന്യമായി നൽകുവാൻ തയ്യാറായതെല്ലാം ദാവീദ് സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? ദാവീദ് മനസ്സിലാക്കിയിരുന്നു, എനിക്ക് ഒന്നും ചെലവാക്കാത്തത് ദൈവത്തിന് അർപ്പിക്കുകയില്ല. ആരാധന എന്നത് പാട്ടുപാടുന്നത് മാത്രമല്ല, ആരാധനയിൽ ത്യാഗമുണ്ട്. നമ്മുടെ സമയം ചിലപ്പോൾ അതിന് വിലയാകും, നമ്മുടെ അനുസരണം വിലയാകും, ക്ഷമിക്കേണ്ടി വരുന്നത് വിലയാകും, മറ്റുള്ളവരെ സേവിക്കുന്നത് വിലയാകും, നമ്മുടെ ദാനം വിലയായി മാറും.
ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഏറ്റവും വലിയ വിലയാകും. ചിലപ്പോൾ ദൈവത്തോടുള്ള അനുസരണം എന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യത്തോട് ഇല്ല എന്ന് പറയുന്നതായിരിക്കും. എന്നാൽ യഥാർത്ഥ ആരാധന പറയുന്നു, കർത്താവേ, എൻ്റെ ത്യാഗത്തിന് നീ യോഗ്യനാണ്. അഞ്ചാമതായി, നമ്മുടെ പരാജയം അവസാന അധ്യായമാകേണ്ടതില്ല. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രോത്സാഹനകരമായ പാഠങ്ങളിൽ ഒന്നാണിത്. ദാവീദ് ഗുരുതരമായി പരാജയപ്പെട്ടു. എന്നാൽ അവൻ തൻ്റെ പരാജയത്തിൽ തന്നെ തുടരുകയല്ല. അവൻ മാനസാന്തരപ്പെട്ടു, ആരാധിച്ചു, യാഗപീഠം പണിതു, ദൈവാലയത്തിനായി ഒരുക്കങ്ങൾ നടത്തി. അടുത്ത തലമുറയിൽ അവൻ പുതിയ കാര്യങ്ങളെ നിക്ഷേപിച്ചു. സങ്കീർത്തനം 30 ദൈവത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറി. മാനസാന്തരത്തോടും വിശ്വാസത്തോടും പ്രതികരിക്കുമ്പോൾ ഒരു പരാജയം പോലും ദൈവവുമായി ഒരു പുതിയ കൂടിക്കാഴ്ചയുടെ സ്ഥലമായി മാറാം. ദാവീദ് ന്യായവിധി അനുഭവിച്ച സ്ഥലം തന്നെയാണ് യാഗപീഠം പണിത സ്ഥലമായത്. അങ്ങനെ പരാജയത്തിൻ്റെ സ്ഥലമായി തോന്നിയതൊന്ന് ആരാധനയുടെ സ്ഥലമായി മാറി. പിന്നീട് അതേ സ്ഥലത്തിന് ദൈവാലയവുമായി ബന്ധമുണ്ടായി. നമ്മുടെ പരാജയത്തിൻ്റെ സ്ഥലത്തെ പോലും ദൈവം തൻ്റെ കൃപയാൽ ആരാധനയുടെയും സാക്ഷ്യത്തിൻ്റെയും സ്ഥലമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നത്, ഞാൻ എന്താണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ വിശ്വസ്തതയേക്കാൾ എൻ്റെ നേട്ടങ്ങളെയാണോ ഞാൻ കൂടുതൽ എണ്ണുന്നത്? ദൈവസാന്നിധ്യത്തെക്കാൾ എൻ്റെ സ്ഥാനത്തെയാണോ ഞാൻ ആശ്രയിക്കുന്നത്? അനുസരണത്തിന് പകരം സംഖ്യകളിലൂടെയാണോ ഞാൻ എൻ്റെ വിജയത്തെ അളക്കുന്നത്? ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണോ? ദൈവം എന്നെ തിരുത്തുമ്പോൾ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയാണോ? അതോ മാനസാന്തരപ്പെടുകയാണോ? ദാവീദിന് താൻ ദൈവാലയം പണിയുകയില്ലെന്നറിയാമായിരുന്നു. എന്നാൽ ശലോമോൻ അത് പണിയുന്നതിനായി അവൻ വഴിയൊരുക്കി. അതുപോലെ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതകാലത്ത് പൂർത്തിയായതായി കാണണമെന്നില്ല. എന്നാൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി വഴിയൊരുക്കാം. നമ്മുടെ മക്കളെ പഠിപ്പിക്കാം, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാം, സഭയെ പണിയാം, ശുശ്രൂഷയിൽ നിക്ഷേപിക്കാം. വിശ്വാസത്തിൻ്റെ ഒരു നല്ല സാക്ഷ്യം അടുത്ത തലമുറയ്ക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ശുശ്രൂഷ നാം എന്ത് പൂർത്തിയാക്കി എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ ശേഷം വരുന്നവർ ദൈവത്തിനായി എന്ത് ചെയ്യണമെന്ന് നാം ഒരുക്കിയ വഴിയിലും അത് പ്രകടമാകുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ 2 ചോദ്യങ്ങൾ. ഞാൻ എന്തിലാണ് ആശ്രയിക്കുന്നത്? ഞാൻ എന്താണ് പിൻപിൽ വിട്ടിട്ട് പോകുന്നത്? 2 ശമൂവേൽ 24, 1 ദിനവൃത്താന്തം 21, 22, സങ്കീർത്തനം 30 അധ്യായം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നാം കാണുന്ന മനോഹരമായ ഒരു യാത്രയുണ്ട്. അഹങ്കാരം അതിൽ നിന്ന് ബോധ്യത്തിലേക്കും, അത് മാനസാന്തരത്തിലേക്കും, മാനസാന്തരം ന്യായവിധിയിലേക്കും, ന്യായവിധി കരുണയിലേക്കും, കരുണ ആരാധനയിലേക്കും, ആരാധന ഒരുക്കത്തിലേക്കും, ഒരുക്കം സന്തോഷത്തിലേക്കും നയിക്കുന്നതാണ്. ദാവീദിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. വിശ്വസ്തനായ ഒരു ദൈവദാസനും ഇടറിപ്പോകാം. എന്നാൽ പരാജയം അവസാനമാകേണ്ടതില്ല. നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ അവൻ്റെ കരുണയ്ക്ക് നമ്മുടെ പരാജയത്തിൻ്റെ സ്ഥലത്തെ പോലും ആരാധനയുടെ സ്ഥലമാക്കി മാറ്റാൻ കഴിയും. പുനഃസ്ഥാപിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെ നമുക്ക് ശേഷം വരുന്ന തലമുറയെ അനുഗ്രഹിക്കുന്നതിനായി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ദാവീദിൻ്റെ ഈ സാക്ഷ്യം നമുക്ക് ഓർക്കാം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാമാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം ഉണ്ടാകും. നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ സംഖ്യകളിലല്ല, നമ്മുടെ നേട്ടങ്ങളിലല്ല, അത് കർത്താവിലാണ്. ദാവീദിനെ പോലെ നമ്മുടെ യാത്രയുടെ അവസാനം നാം ചോദിക്കേണ്ടത്, ഞാൻ എന്താണ് നേടിയെടുത്തത് എന്ന ചോദ്യം മാത്രമല്ല, അതിലുപരി ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടിരുന്നോ, ഞാൻ അവനെ വിശ്വസ്തമായി ആരാധിച്ചോ, എൻ്റെ ശേഷം വരുന്നവർക്കായി ദൈവത്തിൻ്റെ വഴിയൊരുക്കിയോ എന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.